ഹായ്, വെൽക്കം ടു ShynzYarnArt. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ബേബി ബ്ലാങ്കറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേബി ബ്ലാങ്കറ്റിൽ ബേബിയുടെ നെയിം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്താണ് ബേബിയുടെ നെയിം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് നെയിം സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് യാൺ നീഡിൽ, പിന്നെ യാൺ. ഞാൻ ബ്ലൂ കളർ യാണാണ് എടുത്തിരിക്കുന്നത്. നീഡിലിൽ യാൺ കോർത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം ബ്ലാങ്കറ്റിൻ്റെ ബോട്ടം പാർട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു റോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ റോയിൽ നെയിം വരുന്ന രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം യാണിനെ അടിയിൽ കൂടി യാൺ നീഡിലിനെ അടിയിൽ കൂടി കുത്തി പുറത്തെടുത്തിട്ട് കുറച്ച് ടെയിൽ ഞാൻ പുറകിൽ വിടണം. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. എന്തിനാ കുറച്ച് പുറകിൽ വിടുന്നതെന്ന് വെച്ചാൽ ബാക്കിൽ നമുക്ക് പിന്നെ സെക്യൂർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് നെയിം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. നമുക്ക് എളുപ്പത്തിൽ തന്നെ നെയിം സ്റ്റിച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ലെറ്റർ ജെ ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബ്ലാങ്കറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ബ്ലാങ്കറ്റിൽ പെന്ന് കൊണ്ടോ പെൻസിൽ കൊണ്ടോ പേര് എഴുതിയിട്ടില്ല. എഴുതാതെ തന്നെ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് തുന്നി ചെയ്യുവാണ്. ആൽഫബറ്റിൻ്റെ ആ ഷേപ്പിൽ തുന്നി ചെയ്യുവാണ് കേട്ടോ. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി അതുപോലെ ചെയ്താൽ മതി കേട്ടോ.
സ്റ്റിച്ചിങ്ങിൻ്റെ എത്തിയതിന് ശേഷം നമ്മൾ ലാസ്റ്റിലെത്തിയതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യണം ഫസ്റ്റ് ആൽഫബറ്റും ലാസ്റ്റ് ആൽഫബറ്റും സെയിം ലൈനിലാണോ ഇരിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നീഡിലിനെ ബ്ലാങ്കറ്റിനുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുത്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിൽ നമുക്കിനി യാണിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാങ്കറ്റിനെ ടേൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഇതുപോലെ സ്റ്റിച്ചിനുള്ളിൽ കൂടി യാണിനെ ഇൻസേർട്ട് ചെയ്ത് നോട്ടിട്ട് സെക്യൂർ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ബാക്കി യാണിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബേബി ബ്ലാങ്കറ്റിൽ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ നമ്മൾ ബേബിയുടെ നെയിമും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.